ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വ്രതശുദ്ധിയോടുകൂടി നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് കംപ്ലീറ്റ് നെഗറ്റീവ് ഫലങ്ങൾ തരുന്നത്. പൂജ എന്ന് പറയുന്ന ഒരു സമ്പ്രദായ രീതി ക്ഷേത്രത്തിൽ മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന നമ്മുടെ ആരൂഢത്തിലും പൂജാവിധിക്ക് അതിൻ്റേതായിട്ടുള്ള ഫലസിദ്ധികളും അതിൻ്റേതായിട്ടുള്ള ഗുണദോഷങ്ങളും ദോഷവശങ്ങളുമുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ അതിലുപരി അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾക്ക് മാത്രമല്ല, നമ്മളുടെ വസ്തുവിന് കൂടാതെ നമ്മുടെ ആരൂഢത്തിനകത്ത് അതിലുപരി അതിൽ ആരെല്ലാം താമസിക്കുന്നുണ്ടോ ആ വ്യക്തികൾക്കും അതിലുപരി അതിൻ്റെ ദേശവാസികൾക്കും കൂടെ അതിൻ്റെ ഗുണഗതി ഉണ്ടാകുന്നത്. അത് ഏത് പൂജാവിധികളായാലും, ഒരു ഗണപതി ഹോമമായാലും, അതിന് തൊട്ട് മുമ്പേ ഒരു വാസ്തുപൂജയായാലും, ഭഗവതി സേവയായാലും, തറരക്ഷ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സുദർശന ക്രിയകളായാലും, ഇതൊക്കെ ഒരു പാലുകാച്ചി വീട്ടിനെ സംബന്ധിച്ച് നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സാമ്പത്തിക രീതി അനുസരിച്ച് സമയബന്ധിതമായിട്ടുള്ള സാഹചര്യങ്ങളും ഈ സാമ്പത്തികത്തിൻ്റെതായിട്ടുള്ള ലുപ്തം പിടി കാരണം നമ്മൾ ഈ ലാവിഷ്നെസ് ആയിട്ടുള്ള പൂജകൾ ചെയ്യണം എന്ന് ചിന്തിക്കുന്നതെല്ലാം, ലാവിഷ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സമത്തുക്കൾക്കായാലും പൂജാതി കർമ്മ കാര്യങ്ങളിലായാലും ലുപ്തം പിടിക്കാത്ത വിധത്തിൽ കൂടി അതിൻ്റെ ചേരുവകളെല്ലാം ചേർത്ത് വെച്ചുള്ള ഒരു പൂജയും ലുപ്തം പിടിച്ച് ചെയ്യുന്ന പൂജകളും തമ്മിൽ രായും പകലും വ്യത്യാസങ്ങളുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ സ്ഥിതിയാണ്, എങ്ങനെയാണ് ഏതാണെന്നുള്ള കാര്യം. ഇവിടെ ഇത്രയും രൂപ ചിലവാക്കി നമ്മൾ പൂജ ചെയ്തിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, പൂജ ചെയ്തതിന് ശേഷമാണ് കഷ്ടകാലവും കഷ്ടതകളും എല്ലാം കൂടുന്നത് എന്ന് പറയുന്ന ഭക്തജനങ്ങളും ഉണ്ട് ഈ കൂട്ടത്തിൽ. അതിൽ ചില വ്യക്തികൾക്ക് ഒരു വീട്ടിൽ തന്നെ പൂജ നടത്തിയാൽ ദേഷ്യം, പൂജയെന്ന് കേൾക്കുന്നത് തന്നെ പ്രശ്നം, എന്നാൽ രക്ഷപ്പെടുകയും വേണം. ഇതെല്ലാം കൂടി ഇടകലർന്ന് വന്നു കഴിഞ്ഞാൽ ഇത് വലിയ പാടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരിക്കലും ദേവൻ പറഞ്ഞില്ല ദേവനെ വിളിച്ച് പൂജ നടത്തിയാലേ നിങ്ങൾ രക്ഷപ്പെടത്തുള്ളൂ. അപ്പം ഓരോ ഭക്തനെന്ന നിലയിൽ നമ്മളുടെ മനസ്സിനകത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം അടിയുറച്ചതാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഏത് കർമ്മിയെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളത് അടിയുറച്ച ഉള്ള തീരുമാനത്തിൽ നിൽക്കണം. അദ്ദേഹത്തിനെ പോയി സമീപിച്ച്, കൂടാതെ നിങ്ങളുടെ ആരൂഢത്തിൽ അതിന് വേണ്ടതായിട്ടുള്ള ക്രിയകൾക്ക് മുന്നോടിയായിട്ട് ചില ശുദ്ധിക്രിയകളുടെ ഭാഗമായി ഭൂമി വൃത്തിയാക്കൽ, ആരൂഢത്തിനകത്ത് വൃത്തിയാക്കൽ, പിന്നെ പൂജാ സാമഗ്രികൾ മേടിച്ച് കൊണ്ടുവന്ന് വെക്കുന്നതും അതിന് വേണ്ട കാര്യങ്ങൾക്ക് പോകുന്നതും, അത് നടത്തത്തക്ക രീതിയിലുള്ള സ്ഥലം ഒരുക്കി അതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം നടത്തി കൊടുക്കുക. കൂടാതെ പൂജ തുടങ്ങി തീരുന്നിടം വരെയും നിങ്ങളുടെ ആ പ്രസൻസിലായിരിക്കണം എല്ലാ കാര്യങ്ങളും അവിടെ നടക്കാൻ. ഇന്ന് മിക്ക വീട്ടുകളിലും പൂജ ഒരു സൈഡിൽ നടക്കും, ഗൃഹനാഥൻ സാധനം മേടിക്കാൻ എല്ലായിടത്തുമൊക്കെ ഇങ്ങനെ കറങ്ങി നിൽക്കും. പൂജ കഴിയാറാവാൻ നേരത്ത് ഓടി വരും, 2 പൂവിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാം ശരിയാവും തിരുമേനി എന്ന് പറഞ്ഞാൽ, തിരുമേനിക്ക് അത്ര നേരം നിന്ന് പൂജ ചെയ്തിട്ട് തിരുമേനിക്ക് പറയാൻ പറ്റുമോ ശരിയാവത്തില്ലെന്ന്? തിരുമേനി എപ്പോഴേ പറയും ശരിയാവും, നിങ്ങൾ സമാധാനമായിട്ട് പോ, അല്ലെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ടിരി എന്ന് പറയും. ഒരു പൂജാ സമ്പ്രദായ രീതി അനുസരിച്ച് നമ്മളുടെ ആരൂഢത്തിൽ ഒരു പൂജയ്ക്ക് ഒരു കർമ്മിയെ വിളിച്ചാൽ ആ കർമ്മി വന്ന് ആചാര്യത്തോടു കൂടി നമ്മൾ ആ ആചാര്യവർണ്ണം നടത്തി നമ്മളെ വീട്ടിൽ സ്വീകരിച്ച് കയറ്റി, തുടർന്ന് നമ്മളതിനുള്ള കർമ്മഗതികളെല്ലാം ചെയ്തു വന്നു കഴിഞ്ഞാൽ ആ പൂജ മുഴുവായി മാറുന്നിടം വരെയും നമ്മളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം.
ആ പൂജയുടെ ഇടവേള സമയങ്ങളിൽ എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് മാറാം. അല്ലാതെ നമ്മൾ പൂജയ്ക്ക് വേണ്ടി നമ്മുടെ ആരൂഢത്തിൽ ഒരു കർമ്മിയെ വിളിച്ചിട്ട് നമ്മൾ സാധനം മേടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും അത് ഒപ്പിക്കാനായിട്ട് കിടന്ന് ഓടിയാൽ ഇതാർക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്? അപ്പോൾ അതിന് വേണ്ട പ്രത്യേക ആളുകളെ അവിടെ പറഞ്ഞ് നിലനിർത്തുക, ഇവർക്ക് വേണ്ട സാധനങ്ങൾ അവർ വഴി എത്തിച്ചു കൊടുക്കുക, സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് ആ പൂജയിൽ പങ്കെടുത്ത് മുമ്പോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഈ പൂജകളൊക്കെ കഴിഞ്ഞാലും പൂജയ്ക്ക് തൊട്ട് മുന്നേയും ചെയ്യേണ്ടതൊക്കെ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിനകത്ത്. അതായത് ഈ വസ്ത്രഹീനേ മഹാവ്യാധി എന്നാണ്. എന്നുവെച്ചാൽ വ്യാധിപരമായിട്ട് ഉള്ള ശയനങ്ങളിലെല്ലാം മാറ്റം ഉണ്ടാകും ഒരു വസ്ത്രം കൊടുത്താൽ. അപ്പോൾ ആ വസ്ത്രം കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കർമ്മിക്ക് മാത്രമല്ല, ഗൃഹത്തിലെ ഗൃഹനായകൻ ഉൾപ്പെടെ മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം മാറ്റുക, എന്നിട്ട് സാമ്പത്തിക രീതി അനുസരിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോഴവിടെ ആദ്യം എന്താണ്, ഒരു പ്രസൻസ് അവിടെ ഉണ്ടായി. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ ആരൂഢത്തിലോട്ട് കയറുന്ന ഭാഗത്തുള്ള, അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടാതെ മറ്റ് ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള ചപ്പലുകളെല്ലാം അതവിടെ നിന്ന് മാറ്റി അതിനൊരു സ്ഥാനം കണ്ട് അതവിടത്തേക്ക് കൊണ്ടുപോയി മാറ്റി വെക്കുക. വീട്ടിൻ്റെ ഫ്രണ്ട് വശം എപ്പോഴും വൃത്തിയായിട്ട് തന്നെ കിടക്കണം. മൂദേവിയെ വിളിച്ച് കയറ്റി വെച്ചിട്ട് അകത്ത് പൂജ നടത്തിയിട്ട് വല്ല കാര്യവും ഉണ്ടോ? ഇല്ല. അപ്പം വീടിൻ്റെ ഫ്രണ്ടിലുള്ള നെഗറ്റീവുകളെല്ലാം മാറ്റി അവിടെ എന്തുണ്ടാക്കണം, പോസിറ്റീവ് ഉണ്ടാക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, ചോർച്ചയുള്ള പാത്രങ്ങളൊന്നും നമ്മളുടെ വീട്ടിൽ വെച്ച് നമ്മുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾക്ക് കിട്ടുന്നതായിട്ടുള്ള എല്ലാ എനർജികളും ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാലാമത്തെ കാര്യം, ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ കഴിക്കാൻ നേരത്ത് ഒരിക്കലും, നമ്മളിപ്പം ഹോട്ടലുകളിൽ പോയാലും ശരി തന്നെ, അതല്ല നമ്മൾ വീട്ടിലായാലും ശരി തന്നെ, ചപ്പലിട്ടുകൊണ്ടിരുന്ന് കഴിക്കുന്നൊരു സമ്പ്രദായ രീതി അത് നമ്മൾ ഒന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അത് അവരവർ തന്നെയാണ് അത് മനസ്സിലാക്കി ആ അന്നത്തിനോടൊരു ബഹുമാനം കരുതേണ്ടത്. മൂന്നാമത്തെ കാര്യം, ഒരിക്കലും ആഹാര സാധനങ്ങൾ മടിയിൽ വെച്ചിരുന്ന് കഴിക്കരുത്. ഈ മടിയിൽ വെച്ച് ഈ ആഹാരങ്ങൾ കഴിച്ചാൽ എന്ത് പറ്റും, അത് മടിച്ച് ശരീരത്തിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ദഹനം ഇല്ലാതായിട്ട് വരും. അതിനോടനുബന്ധമായിട്ടുള്ള ഓരോ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അഞ്ചാമത്തെ കാര്യം, മഹാലക്ഷ്മി കടന്നു വരുന്ന വാക്കിന് പോയിരുന്ന് ഭക്ഷണം കഴിക്കും ത്രിസന്ധി സമയത്ത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യങ്ങളും എന്നാൽ നിത്യവും ചെയ്യുന്ന കാര്യങ്ങളുമാണ്. കാരണം ആ സമയത്ത് ഫ്രണ്ടിൽ ഇരുന്നെങ്കിൽ ഒരു പ്രത്യേക സുഖം വരുത്തുള്ളൂ. സുഖം കിട്ടാൻ നേരത്തെ ആഹാരം കഴിച്ചാൽ അതങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. വീട്ടിനകത്തുള്ള 365 ദിവസവും വീട്ടിനകത്തുള്ള ദാരിദ്ര്യത്തെ മാറ്റി, ആ ദുഃഖഗതികളെയെല്ലാം മാറ്റി സർവ്വചൈതന്യത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയും ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയും സന്തോഷഭാവത്തോടുകൂടി ജീവിക്കുന്നതിനും വേണ്ടി ആയിരക്കണക്കിന് രൂപ ചിലവാക്കി പൂജ നടത്തിയിട്ട് ആ പൂജാരി അവിടെ നിന്ന് പോവാൻ കാത്തിരിക്കുക. പിറ്റേ ദിവസം വിളക്കും കത്തിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കയറിയിരിക്കും ഭക്ഷണം കഴിക്കാൻ. അതുകൂടാതെ എന്തുവാ, വളർത്തു മൃഗങ്ങളെ കൊണ്ടുവന്ന് വീട്ടിൻ്റെ വാതിൽപ്പടിയിൽ തന്നെ കൊണ്ടുവന്ന് കെട്ടിയിടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയൊക്കെ നെഗറ്റീവ് നമ്മളറിയാതെ തന്നെ സ്നേഹം കൊണ്ട് നെഗറ്റീവുകളെല്ലാം വിളിച്ച് കൊണ്ടുവന്ന് പെരയ്ക്കകത്ത് കയറ്റുക.
പിന്നെ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും? കാരണം ഇത്തരം കാര്യങ്ങൾ ആരും പറയാറില്ല, ഇത്തരം കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാറുമില്ല. പശു നമുക്ക് പാല് തരുമെങ്കിലും പശുവിന് കുടിക്കാൻ വെള്ളമെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? അപ്പം അത് മാത്രമല്ല, ഇപ്പോൾ പശുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം എരുത്തിലിൽ തന്നെ പശുവിൻ്റെ കിടാവ് വന്ന് പാല് കുടിക്കുന്ന സമയത്ത് അത് തൃപ്തിയായിട്ട് മാറിയതിന് ശേഷം മാത്രമേ ആ പിന്നെ പശുവിനെയും കുട്ടിയെ മാറ്റാവൂ. അതിനു മുമ്പ് കുട്ടി പാല് കുടിച്ച് തീർക്കുമെന്നും പറഞ്ഞ് പിടിച്ച് വലിച്ച് മാറ്റാൻ പറ്റുന്ന വിഷയം എന്തുവാ? അതിൻ്റെ കാമ്പിന് അസുഖം ഉണ്ടായിരിക്കും, അതൊരിക്കലും മാറത്തുമില്ല. അതൊരു ശാപം പിടിച്ച പശുവായിട്ട് അവസാനം മാറുകയും ചെയ്യും. അപ്പം വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നവൻ്റെ തൃപ്തിക്കനുസരിച്ച് വെള്ളം കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ ദാഹം തീർന്നു എന്ന് പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ കൊതിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഈ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ വില കൂടിയ വിസ്കിയും റമ്മും ഒക്കെ മേടിച്ചുകൊണ്ട് വരും. അത് കുടിച്ച് തീർത്തിട്ട് അതിൻ്റെ ഷോ കാണാൻ വേണ്ടി അതിൻ്റെ ആ കുപ്പിയും മറ്റ് കാര്യങ്ങളും എല്ലാം എടുത്ത് ഒന്നുകിൽ കയറി വരുന്ന വീടിൻ്റെ ഫ്രണ്ടിലായിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് കാണികൾ കാണത്തക്ക രീതിയിലുള്ളിടത്ത് കൊണ്ടുവന്ന് കാഴ്ച വസ്തുവായിട്ട് വെച്ചേക്കും. അതും നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. ഇതൊക്കെ വീട്ടിനകത്ത് നെഗറ്റീവ് ആവുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മറ്റൊരാളിൻ്റെ കുറ്റവും കുറവും വീട്ടിൽ ഇരുന്ന് സംസാരിക്കുക, മറ്റൊരാളുടെ കാര്യത്തിൽ കയറി തലയിട്ടിട്ട് ഇവിടെ വന്നിരുന്നുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പാടുള്ളതല്ല. അതേപോലെ തന്നെ ചെടികൾ നട്ട് വളർത്തും, ഒരു കാര്യമില്ലാതെ ആ പുഷ്പം ചെന്ന് ഒടിച്ചങ്ങ് കളയും. അതിൻ്റെ ജന്മാന്തരം അതിനൊരു ഫലമുണ്ട്, അതിന് ചില സ്വപ്നങ്ങളുണ്ട്. അതുകൊണ്ട് വെറുതെ പുഷ്പങ്ങൾ പിച്ചിയെടുത്ത് കളയാൻ പാടില്ല. ഒന്നുകിൽ അത് പിച്ചിയാൽ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക, അല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നിടത്ത് സമർപ്പിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. പുഷ്പം ഒരിക്കലും അത് നുള്ളിക്കളയാനുള്ളതല്ല. ആ പുഷ്പത്തിന് ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ പൂവണിയാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ മരം പട്ടുപോയിരിക്കും, പിന്നെ ഒരിക്കലും അതിനകത്ത് പുഷ്പം ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ നമ്മൾക്ക് സർവ്വ ഐശ്വര്യം ഉണ്ടാവണം. നമ്മൾ പൈസയൊക്കെ ചിലവാക്കിയിട്ട് കൂടും, അതേപോലെ തന്നെ കല്ലുമൊക്കെ ഇട്ട മോതിരവും മാലയൊക്കെ അണിഞ്ഞ് നമുക്ക് സർവ്വ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി നമ്മളിതെല്ലാം ചെയ്യും. കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ്റെ കാൽപാദങ്ങൾ ഒരിക്കലും കഴുകത്തില്ല. ഈ ശരീരത്തിനകത്തുള്ള നെഗറ്റീവുകൾ ഇറങ്ങി പോകുന്നത് ഇതിലേ കൂടെയാണ്, കാൽപാദത്തിൽ കൂടെ ഇറങ്ങിപ്പോകേണ്ടത്. ആ കാൽപാദം അഴുക്കും വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ഈ പറയുന്ന കാര്യം, കാൽപാദം അഴുക്കും വെച്ചുകൊണ്ട് കിടന്നാൽ പിന്നീട് എങ്ങനെ അവിടെ ഐശ്വര്യം ഉണ്ടാവും ആ ശരീരത്തിന്? ആ പാദം എങ്ങനെ അഴുക്കാവുന്നുവോ അതേപോലെ നിത്യരോഗിയായി മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഒരു പുതിയ സമ്പ്രദായമാണ്, സന്ധ്യാസമയത്ത് പോയി മുടി ചീപ്പ്, മുടി വൃത്തിയാക്കൽ. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് നെഗറ്റീവ് ഫലങ്ങളാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. പിന്നെയോ ത്രിസന്ധ്യ സമയത്ത് വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ നമുക്ക് തീയിട്ട് കളയാം. വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് തീയിട്ടാൽ എന്തായിരിക്കും?
ആ നെഗറ്റീവ് പറന്ന് വീട്ടിനകത്ത് കയറും. പിന്നെ വീട്ടിനകത്തുള്ള പോസിറ്റീവ് ചൈതന്യത്തെ ഉള്ളതും കൂടെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഒരു ക്ഷേത്ര ദർശനത്തിന് പോയാൽ തന്നെ കളവ് പറയാൻ പാടില്ല. ആര് ചോദിച്ചാലും ക്ഷേത്രത്തിൽ തന്നെയാണ് പോകുന്നത്, സത്യസന്ധമായിട്ട് പറയണം. അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ ചെന്നാൽ സങ്കല്പ രീതി എങ്ങനെയാണ്? സ്ത്രീകൾ മുടി കെട്ടി വെക്കണം, എന്നിട്ട് നേരെ തൊഴുവാൻ ചെല്ലണം. മുടി കെട്ടുന്നതിന് മുമ്പ് പുറത്ത് നിന്ന് ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് മുടി കെട്ടിയിട്ട് കൈ കഴുകിയിട്ട് വേണം അകത്തോട്ട് കയറാൻ. കാരണം ആ കെട്ടിയ കയ്യിലാണ് പിന്നെ പ്രസാദം മേടിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ചൂട് കാലങ്ങളിൽ ശ്രദ്ധിക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ് വയറ് നിറച്ച് ഭക്ഷണവും കഴിച്ചിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പേ പോയി ഒന്ന് കുളിക്കും. അതുമെല്ലാം നെഗറ്റീവാണ്. അതുമെല്ലാം നെഗറ്റീവാണ്. നമ്മൾ ഒരു 3 ദിവസത്തിൽ കൂടുതൽ ഒരു ബെഡ്ഷീറ്റ് പോലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താ? നമ്മുടെ വിയർപ്പിൻ്റെ അംശത്തെ ഒരു പരിധിക്ക് മേലുള്ളത് ഒബ്സർവ് ചെയ്തെടുക്കുന്നതിനകത്താണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ആ ഫ്രഷ്നെസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാവുന്ന സമയത്ത് രാത്രി ഈ ബ്രഹ്മമുഹൂർത്ത സമയത്തൊക്കെ നമുക്കൊരു ദൈവീകതയും ദൈവാനുഗ്രഹവും ഒക്കെ ഉണ്ടാവുന്നതാണ് എല്ലാ മനുഷ്യർക്കിടയിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ എന്തുണ്ടാകും? നെഗറ്റീവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ യാചകർ നമുക്ക് യഥാശക്തി അനുസരിച്ചുള്ളത് കൊടുക്കാം. തീരെ കൊടുക്കാതെ പറഞ്ഞു വിടല്, തീരെ കൊടുക്കാതെ അവരുടെ മുമ്പിൽ നിന്ന് അവരെ നമ്മൾ ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടുള്ള രീതി നമ്മൾ നടത്തിയാൽ അവരുടെ മനസ്സ് എരിയുന്നിടത്തോളവും കാലം, നമ്മൾ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ആ എരിവുള്ളിടത്തോളവും കാലം നമ്മളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളുണ്ടാകും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ കെണ്ടുങ്കല്ല്, ഈ കുടിവെള്ളം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അമൃതകരഹസ്തം നിൽക്കുന്ന ഒരു സങ്കേതമാണ് ജലാശയം, കൂവം. അതിൻ്റെ മുകളിൽ കയറിയിരിക്കുക, ജലം പ്രശ്നം കാണത്തക്ക രീതിയിൽ കയറിയിരിക്കുക. ഈ പ്രശ്നം എന്ന് പറയുന്നത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ കുടിവെള്ളത്തിൽ കൊണ്ടുവന്ന് ദർശനം കാണിക്കുന്ന ആ വസ്തു, ആ ജലാശയത്തിൽ നിന്ന് ആ വെള്ളം കോരി കുടിച്ചാൽ നമുക്ക് എന്തുണ്ടാവും എന്നും നിങ്ങൾ മനസ്സിലാക്കിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യത്തിൽ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ അസമയങ്ങളിലുള്ള ചീട്ടുകളി ഇങ്ങനെയൊക്കെയുള്ളതൊന്നും വീട്ടുപറമ്പിനകത്ത് വെച്ച് ചെയ്യാൻ പാടില്ല. ഗോലികളി, മഞ്ചാടി വെച്ചുള്ള മഞ്ചാടി ചാടുന്ന രീതിയിലുള്ള ഒരു കളികൾ, ഇതൊക്കെയെന്ന് പറയാം. മഞ്ചാടി എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ വീട്ടിനകത്തൊക്കെ കൊണ്ടുവന്ന കടം കയറി മുടിഞ്ഞു പോകും. കൃഷ്ണൻ പണ്ട് വെച്ച് കളിച്ചെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സമ്പ്രദായ രീതി എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷേ ഈ മഞ്ചാടി എന്ന് പറയുന്നൊരു സാധനം, അത് അമിതമായിട്ട് നമ്മുടെ വീട്ടിനകത്ത് വന്നാൽ തന്നെയും ദാരിദ്ര്യം വിട്ട് മാറാറില്ല. അതൊരു പരമാർത്ഥമായ ഒരു സത്യം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് മനസ്സിനകത്തുണ്ടാകുന്നതായിട്ടുള്ള ചില നെഗറ്റീവുകൾ, ഒരു തോട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ യാത്രകൾക്ക് പോലും തടസ്സമാണ്. ഒരു യാത്ര പോകാൻ നിൽക്കാൻ നേരത്ത് പോലും നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു മടുപ്പ് തോന്നിയാൽ
നമ്മൾ തിരിച്ച് വീട്ടിനകത്ത് വന്ന് കയറിയിരുന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമേ പോവാൻ ശ്രമിക്കാവൂ. അതേപോലെ മറ്റുള്ളവരുടെ വാഹനം അവരുടെ അനുമതി ഇല്ലാതെ ചെന്ന് എടുത്തുകൊണ്ടുള്ള യാത്രകൾ ഒഴിവാക്കുക. അല്ല, അവരറിഞ്ഞ് തന്നാൽ തന്നെയും ആ വാഹനത്തിനോടായാലും ശരി തന്നെ നമ്മൾ എല്ലാം തികഞ്ഞിരിക്കുന്ന ഭാവത്തോടു കൂടിയാണ് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ അതും നമ്മളെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ബ്രഹ്മഹത്യ, നിഷിദ്ധമദ്യം, അതേപോലെ തന്നെ പിന്നെ കളിയാക്കല്, നുണ പറച്ചില്, മറ്റുള്ള വ്യക്തികളെക്കുറിച്ച് മാറിയിരുന്നുകൊണ്ട് നുണ പറയുക, ഇതൊക്കെ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വലയങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചും എന്നാൽ ഭക്തിയിൽ നടന്നും തീരെ ശ്രദ്ധിക്കാതെ നടക്കുന്നതായുള്ള ഈ പറഞ്ഞ കൂട്ടം ഒരു 10-15 കൂട്ടം കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ കുറച്ചൊക്കെ നമുക്ക് അനുഭവം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു എനർജറ്റിക് പവർ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. ഒരു എനർജിക്ക് ആ എനർജറ്റിക് പവർ വേറെ ആരും തരുന്നതല്ല, നമുക്ക് ഉള്ളിൽ നിന്നുണ്ടാവുന്നത്. അങ്ങനത്തെ ആ ഒരു പവറോട് കൂടി നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിനകത്തുണ്ടാകുന്ന വിഷമതകളെ കുറേയൊക്കെ നമുക്ക് പിടിച്ച് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. ഇല്ലാത്ത പക്ഷം വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്ന വെള്ളം ലക്ഷ്യമില്ലാതെ തുഴഞ്ഞു പോകുന്ന രീതി പോലുള്ള ഒരവസ്ഥയിൽ ഓടി നടന്ന് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചോദിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് 7 അയലത്ത് പോലും നിർത്താൻ പറ്റാത്ത കക്ഷികളടുത്ത് പോലും പോയി നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആ ഒരു പാച്ചിലിൽ പോയി നമ്മൾ വേണ്ട കാര്യങ്ങൾ പറയാൻ നേരത്ത് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് ഉപദേശങ്ങളായിരിക്കും നമ്മളപ്പോഴും സ്വീകരിച്ച് മുമ്പോട്ട് പോവുക. ഞാൻ എൻ്റെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, അവന് ചൊറിയാൻ നേരത്ത് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ അപ്പുറത്തതും ഇപ്പുറത്തതും തൊട്ട് മുമ്പിലതും പുറകിലതും കണ്ടിട്ട് മുമ്പോട്ട് പോകാമെന്ന് വെച്ചാൽ ഒന്നും നടപ്പുവശമുള്ള കാര്യമേ അല്ല. ഇവിടെ എല്ലാം ഞാൻ ഈ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് മനസ്സിരുത്തി നമ്മൾ സൂക്ഷ്മതയോടുകൂടി പോയാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ആണ്ടിലും സംക്രാന്തിക്കില്ലെങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ക്ഷേത്ര വിഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന ആ ചൈതന്യം നിങ്ങളിലേക്ക് സ്പർശിക്കാൻ നേരത്ത് ആ സ്പർശനങ്ങൾ നിങ്ങൾ നടന്നു വന്നോ അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ വന്നായാലും നിങ്ങളുടെ ആരൂഢത്തിൽ വന്ന് ആ മണ്ണിൽ സ്പർശിക്കാൻ നേരത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ ആരൂഢത്തിലേക്കുണ്ടാവും. ഈ നേരത്തെ പറഞ്ഞുകൂടെ ആയിട്ടുള്ള സ്വഭാവ രീതികളും അത്തരം കാര്യങ്ങൾ ആ ആരൂഢത്തിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എത്ര രൂപ ചിലവാക്കി പൂജ നടത്തിയാലോ കല്ല് കയ്യിലിട്ടാലോ അല്ലെങ്കിൽ മാല കഴുത്തിലിട്ടാലോ അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്താലോ ഒന്നും ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ വേറൊരു സത്യം. അപ്പോൾ സങ്കല്പമാത്രേണ പരമശിവ, സങ്കല്പങ്ങളോടുകൂടി നമ്മൾ മഹാദേവനെ തൊഴുത് പ്രാർത്ഥിച്ച് പോവുക. മഹാദേവൻ്റെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധാപൂർവം കൈകാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരടുത്ത് നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരും രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും. നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് സന്തോഷകരമായിട്ട് നമുക്ക് പോകാനുള്ളൊരു മനസ്സും ഉണ്ടാവും. നമ്മളുടെ മുമ്പിൽ ഒരു വിഷമസ്ഥിതിയിൽ വരുന്ന ഒരാളിനെ ധൈര്യമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് അത് പിന്നെ വീഡിയോ കേട്ട് മനസ്സിലാക്കുന്ന വ്യക്തികൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ഉപകരിക്കുന്നതായിരിക്കും.